ഉയിരേ ഭാഗം 3. കാർത്തിയുടെ കാറിൽ ഓഫീസിലേക്കുള്ള യാത്രയിലാണ് മൂവരും. കാർത്തിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. സൂര്യ കോ ഡ്രൈവർ സീറ്റിലും പിറകിലെ സീറ്റിൽ മനുവുമാണ് ഇരുന്നത്. അല്ല കാർത്തിയേട്ടാ, നമ്മുടെ കമ്പനി എങ്ങനാ? വർക്കേഴ്സിനെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവോ? കാറിൽ തിങ്ങി നിറഞ്ഞ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മനു ചോദിച്ചപ്പോൾ കാർത്തി മിററിലൂടെ അവനെ നോക്കി. വിശ്വസിക്കാവോ എന്ന് ചോദിച്ചാൽ കുറച്ചു പേരൊക്കെ നല്ല ഹാർഡ് വർക്കിങ്ങും സിൻസിയറുമാണ്. പിന്നെ കുറച്ച് ആൾക്കാരെ നമുക്ക് മാറ്റേണ്ടതായി വരും. അവിടെ കുറച്ചു കാലം നിന്നൊരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണേ. എന്തായാലും നിങ്ങളെല്ലാം നേരിട്ടൊന്ന് നോക്കൂ. ആലോചനയോടെ കാർത്തി പറഞ്ഞതിന് മനു ഒന്ന് മൂളി. സൂര്യ അപ്പോഴും പുറത്തു നോക്കിയിരിക്കുകയാണ്. സന്തോഷം, ആകാംക്ഷ, വെപ്രാളം, അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ തന്നെ വന്ന് മൂടുന്നത് അവൻ അറിയുന്നുണ്ടെങ്കിലും കൂടുതൽ അതേപ്പറ്റി ഓർക്കാതെ അവൻ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരുന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ അവരുടെ കാർ കമ്പനിക്ക് മുന്നിൽ വന്നു നിന്നു. മെയിൻ എൻട്രൻസിൽ തന്നെ വണ്ടി വന്ന് നിർത്തിയപ്പോൾ മൂവരും കണ്ടിരുന്നു തങ്ങളെ കാത്തെന്ന പോലെ കയ്യിൽ പൂച്ചെണ്ടുമൊക്കെയായി വെയിറ്റ് ചെയ്യുന്ന സ്റ്റാഫ്സിനെ. എല്ലാവർക്കും മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന അഞ്ജുവിനെ തന്നെ നോക്കിക്കൊണ്ട് കാർത്തി ചിരിയോടെ കാറിൽ നിന്നിറങ്ങി. അവനൊപ്പം തന്നെ മനുവും ഇറങ്ങി ചെന്നു. സൂര്യ അപ്പോഴും കാറിലാണ്. ഇറങ്ങാൻ നേരം ഫോണിൽ വന്നൊരു മെയിൽ ചെക്ക് ചെയ്യുകയായിരുന്നു അവൻ. ഗുഡ് മോർണിംഗ് കാർത്തി സാർ. അവനെ കാണവേ പുഞ്ചിരിയോടെ കയ്യിലെ ബൊക്ക ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞു. ഗുഡ് മോർണിംഗ് അഞ്ജലി, എല്ലാം ഓക്കെ അല്ലേ? ആ ഓക്കെ ആണ് സാർ. ഇതാണോ MD? അവരെ നോക്കി ചിരിയോടെ നിൽക്കുന്ന മനുവിനെ ചൂണ്ടി അഞ്ജു സംശയത്തോടെ ചോദിച്ചു. ഇതല്ല, ഇത് മാനവ് വർമ്മ, ആനന്ദ് വർമ്മ സാറിൻ്റെ രണ്ടാമത്തെ മകനാണ്. പിന്നെ നമ്മുടെ MD അതേ വരുന്നുണ്ടല്ലോ. മീറ്റ് അവർ MD മിസ്റ്റർ സൂര്യദത്ത് വർമ്മ. കയ്യിലെ ഫോൺ പോക്കറ്റിൽ വെച്ച് പേരിന് പോലും ഒരു പുഞ്ചിരിയില്ലാതെ ഗൗരവത്തിൽ തങ്ങൾക്കടുത്തേക്ക് നടന്നു വരുന്നവന് നേരെ വിരൽ ചൂണ്ടി കാർത്തി പറഞ്ഞപ്പോൾ അഞ്ജു ഒരു ഞെട്ടലോടെ സൂര്യയെ നോക്കി. സൂര്യദത്ത് വർമ്മ. കാർത്തി പറഞ്ഞ ആ പേരുള്ളിലേക്ക് കടന്നു വരുംതോറും അവളുടെ മനസ്സിൽ നിറഞ്ഞ കണ്ണാലെ നിൽക്കുന്ന ദേവുവിൻ്റെ മുഖം ഓടിയെത്തി. ഇതാണോ അത് എന്ന ചിന്തയിൽ അവൾ അവനെ സംശയത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും അവൻ അവളുടെ മുന്നിൽ എത്തിയിരുന്നു. ഹലോ സാർ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ കമ്പനി. മുന്നേ നിൽക്കുന്ന സൂര്യയെ കാണെ തൽക്കാലം ഉള്ളിലെ ചിന്തകൾ അടക്കി നിർത്തിക്കൊണ്ടവൾ അവന് നേരെ ബൊക്ക നീട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. ഗുഡ് മോർണിംഗ്, താങ്ക്സ്. അവളിൽ നിന്നത് വാങ്ങി പുറകിൽ നിൽക്കുന്ന മനുവിൻ്റെ കയ്യിൽ കടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ശേഷം പിറകിൽ നിൽക്കുന്ന കാർത്തിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. അപ്പോൾ തന്നെ അവന് കുറച്ച് പിറകെയായി ബാക്കി സ്റ്റാഫ്സ് എല്ലാം അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. അതൊന്ന് നോക്കിക്കൊണ്ട് അഞ്ജുവും അവർക്കൊപ്പം വേഗത്തിൽ തൻ്റെ സീറ്റിലേക്ക് ചെന്നു. അഞ്ജലി. കുറച്ചു നേരത്തിനു ശേഷം മുന്നിൽ കമ്പ്യൂട്ടർ നോക്കുന്നതിനിടെ ഡോറിനരികിൽ നിന്ന് വിളിക്കുന്ന കാർത്തിയെ കണ്ടപ്പോൾ അഞ്ജു വേഗം എഴുന്നേറ്റ് ചെന്നവൻ്റെ അടുത്ത് നിന്നു. എന്താ സാർ? അഞ്ജലി, എനിക്ക് അത്യാവശ്യമായൊരു പ്ലോട്ട് നോക്കാൻ പോവേണ്ടതുണ്ട്. സൂര്യ MDക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താനൊന്ന് ചെയ്തു കൊടുക്കണേ. സ്റ്റാഫിൽ കുറച്ചധികം പേരെ ക്യാൻസൽ ചെയ്തത് കൊണ്ട് അവന് PA വെച്ചില്ലല്ലോ. സോ താനൊന്ന് മാനേജ് ചെയ്യണേ. കാർത്തി തിടുക്കത്തിൽ അത്രയും പറഞ്ഞപ്പോൾ അഞ്ജു തലയാട്ടി കാണിച്ചുവെങ്കിലും അവളുടെ ചിന്ത മറ്റൊന്നായിരുന്നു. സാർ, ഒരു മിനിറ്റ് നിൽക്കാവോ? അത്രയും പറഞ്ഞ് അവളെ മറികടന്നു പോയവനെ നോക്കി അഞ്ജു വിളിച്ചുകൊണ്ട് അവനടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ അഞ്ജലി? അത് പിന്നെ സാർ, ഇവിടെ ഇപ്പോൾ ഒരു ജോബിന് വേക്കൻസി ഒരുപാടുണ്ടല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾക്കൊരു ജോലി വേണമായിരുന്നു. സാറൊന്ന് നോക്കാമോ പ്ലീസ്? വളരെ താഴ്മയോടെ അഞ്ജു പറഞ്ഞപ്പോൾ കാർത്തി ഒരു നിമിഷം ആലോചിച്ചു. ഓക്കെ, ഞാൻ സൂര്യയോട് സംസാരിക്കാം. തൻ്റെ ഫ്രണ്ടിൻ്റെ ബയോഡാറ്റ സൂര്യയുടെ ലാബിലേക്ക് അയച്ചോളൂ. പിന്നെ ആളോട് നാളെ മോർണിംഗ് എന്നെ വന്ന് ഒന്ന് കാണാൻ പറയൂ. ബാക്കിയൊക്കെ അപ്പോൾ പറയാം. അവളെ നോക്കി അതും പറഞ്ഞ് പുഞ്ചിരിയോടെ അവൻ അവിടെ നിന്ന് പോയപ്പോൾ അഞ്ജുവിന് ഒരുപാട് സന്തോഷം തോന്നി. കാര്യം ദേവു ജോലിക്ക് പോണത് അവൾക്ക് ഇഷ്ടമല്ല. തുമ്പിയുടെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു അഞ്ജുവിന്. പക്ഷേ മോള് കൂടെ ഉണ്ടെങ്കിലും ചില നേരം ദേവു ഓരോന്നോർത്ത് വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നത് പോലെ കണ്ടത് കൊണ്ടാണ് പാതി മനസ്സോടെ സമ്മതം പറഞ്ഞത്. എന്തായാലും തുമ്പിമോളെ സേഫായി നിർത്താൻ പറ്റിയൊരിടം ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. തിരിച്ചു തൻ്റെ സീറ്റിൽ വന്നിരിക്കുമ്പോൾ അഞ്ജു ഓർത്തത് അതായിരുന്നു. ശേഷം അവൾ തൻ്റെ ജോലിയിലേക്ക് കടന്നു. എന്നാൽ അന്നത്തെ ദിവസം അവൾക്ക് തീരെ റെസ്റ്റില്ലായിരുന്നു. ഓരോ കാര്യത്തിനു വേണ്ടിയും അവൾ ഓടി നടന്നു. ഇടയ്ക്കിടെ ഓരോ സംശയം പറഞ്ഞ് സൂര്യയുടെ അടുത്തേക്കും അവിടുന്ന് തൊട്ടപ്പുറത്ത് മാനവിൻ്റെ അടുത്തേക്കുമൊക്കെ ഓടി ഓടി തളർന്നവൾ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ തന്നെ ഒരു വിധമായി.
അങ്ങനെ ഒരുവിധം ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം തൻ്റെ സീറ്റിൽ ചെന്നിരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്നതിനിടെയാണ് അഞ്ജുവിൻ്റെ ഫോൺ വൈബ്രേഷൻ ആയത്. ഒരു സംശയത്തോടെ അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ദേവു ആണ്. കോൾ കട്ടായിട്ടുണ്ട്. എന്നാൽ അതിനു പുറമെ അവളുടെ നമ്പറിൽ നിന്ന് 2-3 മിസ് കോൾ കിടക്കുന്നത് കണ്ടപ്പോൾ അഞ്ജു ടെൻഷനോടെ വേഗം അവളെ വിളിച്ചു. ഹലോ അഞ്ജു. ആ ദേവു, എന്തു പറ്റിയടി? നീ നേരത്തെ വിളിക്കുന്നുണ്ടല്ലേ? ഫോൺ സൈലൻ്റ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? മോളെവിടെ? ഫോൺ എടുത്ത ഉടനെ അഞ്ജു ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു തീർത്തു. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ അഞ്ജു. പിന്നെ ഞങ്ങൾ താഴെ പാർക്കിംഗ് ഏരിയയിലുണ്ട്. നീ ഒന്ന് ഇവിടേക്ക് വരുമോ? ദേവു പതിയെ പറഞ്ഞപ്പോൾ അഞ്ജു ഒരു സംശയത്തോടെ നിന്നു. ശേഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ടവൾ അടുത്തിരിക്കുന്ന സ്വാതിയോട് കാര്യം പറഞ്ഞ ശേഷം ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പുറത്തേക്ക് വേഗത്തിൽ നടന്നു. ദേവു. പാർക്കിംഗ് ഏരിയയിലുള്ള ഒരു ബെഞ്ചിൽ മോളെ കയ്യിലെടുത്തിരിക്കുന്ന ദേവുവിനെ നോക്കി വിളിച്ചുകൊണ്ട് അഞ്ജു അവർക്കടുത്തേക്ക് ചെന്നപ്പോൾ അവളെ കണ്ട ദേവു വേഗം എഴുന്നേറ്റ് നിന്നു. എന്താടി, എന്തു പറ്റി? ഈ സമയം എന്താ ഇവിടേക്ക് വന്നത്? അല്ല, കുഞ്ഞിമണി എന്തിനാ കരഞ്ഞത്? മുഖമൊക്കെ ചുവന്നു കിടക്കുന്നുണ്ടല്ലോ. ദേവുവിൻ്റെ കയ്യിൽ നിന്ന് മോളെ വാങ്ങിക്കൊണ്ട് അഞ്ജു ചോദിച്ചപ്പോൾ ദേവു തുമ്പിയെ കൂർപ്പിച്ചു നോക്കിയതും പെണ്ണ് അപ്പോൾ തന്നെ അഞ്ജുവിൻ്റെ തോളത്ത് കൈയിട്ട് കിടന്നിരുന്നു. നീ മോളെ നോക്കി പേടിപ്പിക്കാതെ കാര്യം പറ ദേവു. കാര്യം എന്താണെന്നോ? നീ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള കരച്ചിലും ബഹളവുമാണ്. എന്നെ നിൽക്കാനും ഇരിക്കാനും സമ്മതിച്ചിട്ടില്ല ഈ പെണ്ണ്. അവൾക്ക് ഇപ്പോൾ തന്നെ പാർക്കിൽ പോകണമെന്ന്. അതിന് നിന്നെ വിളിക്കാൻ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ കരച്ചിൽ. ഇന്നെന്താണാവോ എന്നുമില്ലാത്തൊരു വാശി. എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒടുക്കം കരഞ്ഞു വല്ല അസുഖവും വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടു വന്നത്. തുമ്പിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തന്നെ ദേവു പറഞ്ഞു നിർത്തിയപ്പോൾ അഞ്ജുവിന് ചിരിയാണ് വന്നത്. എടി കുഞ്ഞിമണി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മളിന്ന് കറങ്ങാൻ പോകുമെന്ന്. എന്നിട്ടും എന്തിനാ ഇപ്പോൾ വാശി പിടിച്ചു വന്നത്? തോളിൽ കള്ളച്ചിരിയോടെ കിടക്കുന്ന തുമ്പിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അഞ്ജു ചോദിച്ചപ്പോൾ തുമ്പി അവൾക്ക് നേരെ ഒരു പാൽ പുഞ്ചിരി നൽകി. അത് എനിക്ക് അഞ്ജുമ്മയെ ഒച്ചിരി മിസ് ചെയ്ത കൊന്താ. നമുക്ക് പോകാം അഞ്ജുമ്മ, ചുംബിക്ക് വെള്ളച്ചിൽ കളിച്ചണം. അഞ്ജുവിനെ സോപ്പിട്ടുകൊണ്ട് തുമ്പി പറഞ്ഞപ്പോൾ കേട്ടുനിന്ന ദേവുവിലും ഒരു ചിരി വിടർന്നു. ഇരുവരും വാത്സല്യത്തോടെ മോളെ നോക്കി. അഞ്ജു ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് പുതിയ MD? ഗൗരവക്കാരനാണോ? പുഞ്ചിരിയോടെയുള്ള ദേവുവിൻ്റെ ചോദ്യത്തിൽ അഞ്ജുവിൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് സൂര്യയുടെ മുഖവും അവൻ്റെ ആ പേരുമായിരുന്നു. അതിനെപ്പറ്റി ദേവുവിനോട് പറയണമെന്നവൾക്ക് ആദ്യം തോന്നിയെങ്കിലും പിന്നെ താൻ വിചാരിക്കുന്ന ആളല്ല അതെങ്കിൽ എന്ന ആലോചനയിൽ അവൾ അത് വേണ്ടെന്ന് വെച്ചു. MD കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ കാർത്തി സാർ ഉണ്ടല്ലോ എല്ലാത്തിനും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ നിന്റെ കാര്യം സാറിനോട് സൂചിപ്പിച്ചിരുന്നു. പുഞ്ചിരിയോടെ അഞ്ജു പറഞ്ഞപ്പോൾ ദേവുവിൻ്റെ മുഖം വിടർന്നു. എന്നിട്ട് സാർ എന്താ പറഞ്ഞത് അഞ്ജു? ജോലി കിട്ടുമോ? ഹാടി, സാർ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ബയോഡാറ്റ MDയുടെ മെയിലിലേക്ക് അയച്ചു കൊടുക്കാനും പിന്നെ നിന്നോട് നാളെ ഇവിടെ ഒന്ന് വരാനും പറഞ്ഞു. അവളുടെ മുഖത്തെ ആകാംക്ഷയും സന്തോഷവും നോക്കിക്കൊണ്ട് അഞ്ജു അത് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അവൾ അത്രമേൽ ഒരു ജോലി ആഗ്രഹിച്ചിരുന്നു. ഈശ്വര, ഈ ജോലി എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു, ദേവു മനസ്സിൽ പ്രാർത്ഥിച്ചു. അല്ല, ഇനി നമ്മുടെ പ്ലാൻ എന്താ? തുമ്പിപ്പെണ്ണ് അത്രക്ക് ആഗ്രഹിച്ച സ്ഥിതിക്ക് ഞാൻ പോയി ലീവ് എടുത്തു വരാം. എന്നിട്ട് നമുക്ക് പുറത്തൊക്കെ പോയി അടിച്ചു പൊളിക്കാം അല്ലേടി? തുമ്പിയെ കൊഞ്ചിച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞപ്പോൾ അവൾ ആവേശത്തോടെ തലയാട്ടി. എന്നാ നീ പോയി പറഞ്ഞു വരൂ, മോളെ ഇങ്ങ് തന്നേ. പറഞ്ഞുകൊണ്ട് ദേവു തുമ്പിക്ക് വേണ്ടി കൈനീട്ടിയെങ്കിലും മോൾ അവളുടെ അടുത്തേക്ക് പോവാതെ അഞ്ജുവിനെ കൂടുതൽ ഇറുക്കെ പിടിച്ചു. അമ്മ ഇവിടെ നിന്നോ, ഞങ്ങൾ പോയി പറഞ്ഞു വരാം. അത് തന്നെ, അമ്മ ഇവിടെ ഇരുന്നോട്ടെ അല്ലേ? നമുക്ക് പോയി ബാഗൊക്കെ എടുത്തു വരാം. മോള് പറഞ്ഞതിന് അഞ്ജു കൂടി സപ്പോർട്ട് നിന്നപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലാത്തതുപോലെ ദേവു അവിടെയുള്ള ബെഞ്ചിൽ പോയിരുന്നു. എന്നാൽ രണ്ടാളും വേഗം പോയി വാ. ദേവു അത് പറഞ്ഞപ്പോൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തുമ്പി അഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഓർന്നിറങ്ങിക്കൊണ്ട് അവളുടെ കൈയും പിടിച്ച് കുണുങ്ങി കുണുങ്ങി നടക്കാൻ തുടങ്ങി. അത് നോക്കി ഒരു ചിരിയോടെ ദേവു അവിടെ ഇരുന്നെങ്കിലും അവൾ ആകെ ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോൾ മുതൽ നെഞ്ചിടി പേറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ആകെ ഒരു വെപ്രാളം വന്ന് പൊതിയും പോലെ, പ്രിയപ്പെട്ടതെന്തോ അരികിലുള്ളതുപോലെ. തനിക്ക് സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ കാരണം മനസ്സിലാവാതെ അവൾ ആ ഇരിപ്പ് തുടർന്നു. ഇതേസമയം ഓഫീസിനകത്തേക്ക് അഞ്ജുവിനൊപ്പം നടന്നു ചെന്ന് തുമ്പിയെ കാണവേ അവിടെ ഇരിക്കുന്നവരൊക്കെ മോൾക്കരികിൽ വന്ന് കൊഞ്ചിക്കാനും ഓരോന്ന് ചോദിക്കാനും തുടങ്ങി. തുമ്പി എല്ലാവർക്കും അവളെ കൊണ്ടാവും വിധത്തിൽ മറുപടി കൊടുക്കുന്നുണ്ട്.
ചില സമയങ്ങളിലൊക്കെ അഞ്ചു മോളെയും കൊണ്ട് വരുന്നതായതുകൊണ്ട് തുമ്പി അവിടെ എല്ലാവർക്കും പരിചയമായിരുന്നു. അവൾക്കും അവിടെയുള്ള എല്ലാവരെയും അറിയാമായിരുന്നു. അങ്ങനെ എല്ലാവരോടും വിശേഷമൊക്കെ പറഞ്ഞ ശേഷം ലീവ് പറഞ്ഞുകൊണ്ട് അഞ്ചു തൻ്റെ ടേബിളിലെ ഒരു ഫയൽ എടുത്തുകൊണ്ട് സൂര്യയുടെ ക്യാബിനിലേക്ക് നടന്നു. കുറച്ചു മുന്നേ അവൻ ചോദിച്ച ഫയലായതുകൊണ്ട് അവനത് കൊടുത്തിട്ട് പോവാമെന്ന് അവൾ കരുതി. മേ ഐ കമിൻ സാർ? പതിയെ ഡോർ നോക്ക് ചെയ്തുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ ഉള്ളിൽ നിന്നും ഉത്തരം കിട്ടിയതും തുമ്പിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. എന്നാൽ അതേസമയം ലാപ്പിൽ കാർത്തി അയച്ച ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. സൂര്യയുടെ കാതിലേക്ക് കൊലുസിൻ്റെ താളം പതിഞ്ഞപ്പോൾ നെറ്റി ചുളിച്ചു കൊണ്ടവൻ ഡോറിനടുത്തേക്ക് നോക്കി. അപ്പോൾ അവിടെ കയ്യിലൊരു ഫയലുമായി തനിക്കരികിലേക്ക് വരുന്ന അഞ്ജുവിനെ കണ്ട അവൻ അവളെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവളുടെ കയ്യിൽ പിടിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ നടന്നു വരുന്ന തുമ്പി മോളെ കണ്ടത്. ഒരുമാത്രം തനിക്ക് നേരെ പുഞ്ചിരിയോടെ നടന്നു വരുന്ന ആ കുരുന്നിനെ സൂര്യ കണ്ണെടുക്കാതെ നോക്കി. ചിരിക്കുമ്പോൾ ചെറുതാവുന്ന കുഞ്ഞിക്കണ്ണിലും കവിളിൽ തെളിഞ്ഞു കാണുന്ന ഒറ്റ നുണക്കുഴിയിലും താടിച്ചുഴിയിലുമൊക്കെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. തുമ്പിയെ നോക്കി നിൽക്കവേ തൻ്റെ ഹൃദയത്തിൽ നിന്നൊരു വാത്സല്യവും സ്നേഹവുമൊക്കെ പൊട്ടിവിടരുന്നത് അവൻ അറിഞ്ഞു. കണ്ണെടുക്കാതെ മുന്നിൽ പാവക്കുട്ടിയെ പോലെ നിൽക്കുന്ന ആ കുരുന്നിനെ അവൻ നോക്കിയിരുന്നു. സാർ? കുറച്ചു നേരത്തിന് ശേഷമുള്ള അഞ്ജുവിൻ്റെ വിളിയിലാണ് അവന് ബോധം വന്നത്. ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി അവൻ കാണുന്നത് അവനെ തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്നവളെയാണ്. എന്താ അഞ്ജലി? അത് സാർ, ഈ ഫയൽ തരാൻ വന്നതാണ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവാണ്. കാർത്തി സാർ വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറയാൻ പറഞ്ഞു. അഞ്ജു പറഞ്ഞതിനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി ടേബിളിൽ വെച്ച ശേഷം സൂര്യയുടെ മിഴികൾ വീണ്ടും തന്നെ നോക്കി നിൽക്കുന്ന തുമ്പിയിലേക്ക് നീങ്ങി. അഞ്ജലി, ഇതാരാ? തുമ്പിയെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അത്? അയ്യോ, അങ്കിളിന് എന്നെ അറിഞ്ഞൂടെ? ഞാൻ ചുംബിയാ. അഞ്ചു മറുപടി പറയുന്നതിന് മുമ്പേ ഇടയിൽ കയറി തുമ്പി പറഞ്ഞപ്പോൾ ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യാതായ സൂര്യ മുന്നോട്ടാഞ്ഞുകൊണ്ട് മോളെ വാരിയെടുത്ത് മടിയിൽ വെച്ചപ്പോൾ അഞ്ചു കണ്ണു മിഴിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നുപോയി. വന്ന നേരം മുതൽ ഗൗരവത്തിൽ മാത്രം നിന്നിരുന്ന സൂര്യയുടെ മുഖത്തെ ചിരിയും സ്ട്രേഞ്ചേഴ്സിനെ അധികം മടുപ്പിക്കാത്ത തുമ്പി മോൾ അവൻ്റെ മടിയിൽ നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്നതും കണ്ട അഞ്ജുവിൻ്റെ കിളി പോയി.